ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് കൊരട്ടി വാളൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അത്യാഡംബര വീടാണ്. 30 സെന്റ് സ്ഥലത്ത് 3750 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി ഫുള്ളി ഫർണിഷോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള കേവലം 1 വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ് ഇത്. ഈ വീട് വിൽപ്പനയ്ക്കായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടല്ല, സ്വന്തം ആവശ്യത്തിനായി ഉടമ പണി കഴിപ്പിച്ച ഒരു വീടാണ്. ഇതിൻ്റെ ഉടമ വിദേശത്തായതിനാൽ, അവിടെ സെറ്റിൽ ആയതിനാൽ മാത്രമാണ് ഈ വീട് വിൽപ്പനയ്ക്കായി വന്നിട്ടുള്ളത്. ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള വിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈ വീടിന് വളരെ നല്ല ഒരു പെയിൻറ്റിങ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്.
വൈറ്റും ബ്ലാക്കും ഇടകലർന്ന ഒരു കളർ കോമ്പിനേഷൻ കൊടുത്ത് അതിനിടയിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് സുന്ദരമാക്കിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു പെയിൻറ്റിംഗ് വർക്കുകളും ഒരു എലിവേഷനുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുറ്റത്ത് 5 or 7 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശാലമായ ഒരു മുറ്റം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിൻ്റെ മുൻഭാഗത്തായി ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വലിയ ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച് വളരെ വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറുന്നതിനായി 2 സ്റ്റെപ്പുകൾ കൊടുത്ത് വിശാലമായ ഒരു സിറ്റ് ഔട്ട് തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ചുറ്റിലും ഈ സിറ്റ് ഔട്ട്, ഈ ഭാഗത്തേക്കായി ഇത്രയും വലിയ ഒരു സിറ്റ് ഔട്ട് ഒരു വീടിന് സാധാരണ കിട്ടാറില്ല. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തായി ഇരിക്കുന്നതിന് പ്രത്യേകം ബെഞ്ചുകൾ നിർമ്മിച്ച് ഗ്രാനൈറ്റ് വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വീടിൻ്റെ മുൻഭാഗത്തായി 3-4 പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. പില്ലറുകളിലെല്ലാം ക്ലാഡിംഗ് സ്റ്റോൺ പതിപ്പിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു പില്ലറുകളാണ് കിട്ടുന്നത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 പാളികളിലായി നിർമ്മിച്ചിട്ടുള്ള, അതും തേക്കിലാണ് ഈ വീടിൻ്റെ എല്ലാ വുഡ് വർക്കുകളും പണി തീർത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ ഒരു ലക്ഷറിയായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായി നിറയെ സെറ്റുകൾ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീപ്പോയി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എല്ലാ ഫർണിച്ചറും എല്ലാം അടക്കമാണ് ഈ വീട് സെയിലിനായി വച്ചിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെയായി ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ജാലി വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു പാർട്ടീഷൻ ഇരു സൈഡുകളിലും കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ വിശാലമായ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഈ ഡൈനിങ് ഏരിയയിൽ ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഗ്ലാസ് പിടിപ്പിച്ചിട്ടുള്ള 6 സീറ്റുകളുള്ള വലിപ്പമുള്ള വിശാലമായ ഒരു ഡൈനിങ് ടേബിൾ തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായി 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ വാഷ് ഏരിയയിലേക്ക് വന്നാൽ ഇവിടെ വളരെ ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനടിയിലായി സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി വലിയ മിറർ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു വാഷ് ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു ഷോക്കേസ് കൊടുത്ത് വളരെ ഭംഗിയാക്കി വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഏരിയ ഒരു പ്രാർത്ഥനാ ഏരിയയായി പ്രത്യേകം തിരിച്ച് നല്ല വുഡ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള, അതിനടിയിൽ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഇവിടെ ഒരു ഗ്രാനൈറ്റിൻ്റെ ഒരു ടോപ്പ് കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഏരിയയായി തിരിച്ച് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീപ്പോയി കൊടുത്ത് അതിന് മുന്നിൽ 2 സെറ്റ് കൊടുത്ത് ഒരു ഏരിയ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ സീലിംഗ് വർക്കിനോടൊപ്പം തന്നെ വളരെ മനോഹരമായ സീലിംഗ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സെൻട്രലൈസ്ഡ് AC ആണ് ലിവിങ് ഏരിയയിലും ഡൈനിങ് ഏരിയയിലും പ്രത്യേകം പിടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് ലഭിക്കുന്നത്. ഓപ്പൺ കിച്ചൻ്റെ ഈ ഭാഗത്തായി ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഗ്രാനൈറ്റ് വിരിച്ച് അതിന് മുകളിലായി 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കി വച്ചിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ ടീക്ക് വുഡിലെ പണി കഴിപ്പിച്ചിട്ടുള്ള എല്ലാം തേക്ക് കൊണ്ടാണ് ഈ ഓരോ ഷെൽഫുകളും ഇവിടെ പണി തീർത്തിട്ടുള്ളത്. നിറയെ സ്റ്റോറേജ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
എല്ലാ വുഡ് വർക്കുകളും ഈ വീടിൻ്റെ തേക്കിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇവിടെയായി ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മനോഹരമായ ക്രോക്കറി ഷെൽഫ് വുഡ് വർക്കിലാണ് പണി തീർത്തിട്ടുള്ളത്. താഴെയും അതുപോലെ തന്നെ വുഡ് വർക്കിലാണ് ഷെൽഫുകളെല്ലാം പണി കഴിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു കിച്ചൺ ഷെൽഫ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. സിങ്കിന് മുകളിലായി LED ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ട്. ഇവിടെയാണ് കിച്ചൺ ഹോബ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ഹോബിനടിയിലായി വലിയ ഒരു ഗ്യാസ് സ്റ്റൗ, വളരെ ഭംഗിയുള്ള ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്യാസ് സ്റ്റൗ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെ LED ലൈറ്റുകൾ കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കിച്ചണിന് മുകളിലായി സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് പർഗോള കൊടുത്ത് ഡയറക്റ്റ് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലാണ് മുകളിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചണിലും സെൻട്രലൈസ്ഡ് AC പിടിപ്പിച്ചിട്ടുണ്ട്. LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ വീടിൻ്റെ സെക്കൻഡ് കിച്ചൺ കിട്ടുന്നത്. സെക്കൻഡ് കിച്ചൺ സാധാരണ വീടുകളിലെ കിച്ചൺ പോലെയാണ്. വളരെ മനോഹരമായ ഒരു സെക്കൻഡ് കിച്ചണാണ് ഇവിടെ കിട്ടുന്നത്. വളരെ വലുപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിറയെ കബോർഡ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയുമായി നിറയെ സ്റ്റോറേജ് ഏരിയ കിട്ടുന്നു. ഇവിടെ വലിയ 2 സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായി ഇവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയയ്ക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഗ്രില്ല് വർക്കുകളെല്ലാം ചെയ്ത ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വർക്ക് ഏരിയയുടെ മുകളിലായി ട്രസ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയായി നമുക്ക് പുകയില്ലാത്ത അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം നമുക്ക് ലഭിക്കുന്നത്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി നിറയെ വാർഡ്രോബുകൾ പിടിപ്പിച്ച് താഴെയും മുകളിലുമായി 4 പാളികളിലാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. താഴെ അതുപോലെ 4 പാളികളിലുള്ള വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഒരു ഷെൽഫ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയയുള്ള ഒരു വാർഡ്രോബാണ് നമുക്ക് ഈ ബെഡ്റൂമിൽ കിട്ടുന്നത്. ഇവിടെ കിങ് സൈസ് ആയിട്ടുള്ള ഒരു ബെഡാണ് ഇവിടെ കൊടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഈ ഏരിയയിലായി ഒരു ഡ്രസ്സിംഗ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഇവിടെയായി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ സ്റ്റോറേജ് ഏരിയ അതിനടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്ത് ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് കുബിക്കിൾ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ വലുപ്പമുള്ള ഒരു വാഷ്റൂമാണ്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. വളരെ വിശാലമായതും വളരെ വലുപ്പമുള്ളതുമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ മുകൾ ഭാഗത്ത് 6 ഷെൽഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാം തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഭാഗത്തായി വലിയ കിങ് സൈസിലുള്ള ഒരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഇവിടെ AC പ്രത്യേകം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ മുകൾ ഭാഗത്തായി വലിയ ഒരു 1.5 ടണ്ണിൻ്റെ ഒരു AC-യും പ്രത്യേകം പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ആണ് പ്രത്യേകം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡ്രസ്സിംഗ് ഏരിയയുടെ ഇവിടെയായി ടേബിൾ ടോപ്പായി ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിശാലമായ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അടിയിൽ 2 സ്റ്റോറേജ് ഏരിയ ഡ്രോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ വിശാലമായ ഒരു വാഷ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് ക്യൂബിക്കിൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുള്ള വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ വലിപ്പമുള്ളതും സ്പേഷ്യസ് ആയിട്ടുള്ളതുമായ ഒരു വാഷ്റൂമാണ് ഇവിടെ കിട്ടുന്നത്.
ഇതാണ് താഴത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അതിനു മുൻപായി താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും ഒരു ഓപ്പൺ കിച്ചണും ഒരു സെക്കൻഡ് കിച്ചണും ഒരു വർക്ക് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വീതിയുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാൻഡ് റെയിലായി സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ കേസാണ് ഈ വീടിനായി കൊടുത്തിട്ടുള്ളത്. വളരെ സുന്ദര മനോഹരമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഈ ഭാഗത്തായി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു സ്ലൈഡിംഗ് കർട്ടൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള നല്ല പ്രകാശം ലഭിക്കുന്ന, അതുപോലെ തന്നെ ഈ ഭാഗത്തായി പർഗോള കൊടുത്ത് അതിനിടയിൽ ഗ്ലാസ് വർക്കുകൾ ചെയ്ത് നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റെയർ കേസ്. മുകളിലേക്ക് കയറി വന്നാൽ ഇവിടെയായി വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു AC 1.5 ടണ്ണിൻ്റെ ഒരു AC ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ LED ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ളതുമാണ്. നമുക്ക് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇവിടെയും വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു കിങ് സൈസ് ബെഡാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇവിടെയായി ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഈ വിൻഡോസ് എല്ലാം പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയായി വളരെ വലിപ്പമുള്ള ഒരു വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 പാളികൾ കൊടുത്ത് അതിനടിയിൽ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്ത് ഇവിടെയായി ഒരു സൈഡ് മിറർ കൊടുത്ത് ഇവിടെയും സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 സൈഡ് ടേബിളുകളും ഇതിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയായി ഒരു 1.5 ടണ്ണിൻ്റെ ഒരു AC അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. 3ാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയും ഒരു മിറർ കൊടുത്ത് ഇവിടെ ഒരു ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്ത് അതിനടിയിൽ 2 സ്റ്റോറേജ് ഏരിയ കൊടുത്ത് വളരെ മനോഹരമായ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നു. ഡ്രസ്സിങ് ഏരിയയുടെ നേരെ മുന്നിലായി ഇവിടെയാണ് വാഷ്റൂം, വളരെ വിശാലമായ ഒരു വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ വാഷ്റൂമും ഗ്ലാസ് കുബിക്കിളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് നമുക്ക് 4ാമത്തെ ബെഡ്റൂം കിട്ടുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കിട്ടുന്നത്. ഇവിടെയായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വലിപ്പമുള്ള ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 പാളികളാണ് അതിന് വാർഡ്രോബിന് ഷെൽഫുകൾ കൊടുത്തിട്ടുള്ളത്. താഴെയും അതുപോലെ തന്നെ 3 പാളികളിലായി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഒരു കിങ് സൈസ് ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.5 ടണ്ണിൻ്റെ AC ഇവിടെയും വച്ചിട്ടുണ്ട്. അതുകൂടാതെ നിറയെ ചെയറും ഒരു ദിവാൻ കോട്ടും ഇതിനൊപ്പം ഈ ബെഡ്റൂമിലുണ്ട്. 2 വശങ്ങളിലായിട്ടും ഓരോ സൈഡ് ടേബിളും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. 4ാമത്തെ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി നമുക്ക് വിശാലമായ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെയും കിട്ടുന്നു. ഈ ഡ്രസ്സിങ് ഏരിയയുടെ നേരെ മുന്നിലായിട്ടാണ് ഇവിടെ വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. വളരെ വലിപ്പമുള്ള ഒരു ഗ്ലാസ് ക്യൂബിക്കിൾ കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു വാഷ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ ഇവിടെ നിന്നാൽ വളരെ ഭംഗിയായിട്ടുള്ള നമ്മളെ പ്രകൃതിയെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഏരിയ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ മുറ്റവും അതുപോലെ തന്നെ റോഡും മറ്റു വീടുകളും എല്ലാം നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്. ഈ വീടിൻ്റെ
ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ ഇതിൻ്റെ ബാക്ക് സൈഡെല്ലാം പാടപ്രദേശമായതിനാൽ നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ കിട്ടുന്ന, കണ്ണിന് കുളിർമ കിട്ടുന്ന, ശുദ്ധമായി കിട്ടുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്നാൽ ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വിശാലമായ ഒരു ഓപ്പൺ ടെറസിലേക്ക് വരാം. വേണമെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. വളരെ വിശാലമായ ഒരു ഓപ്പൺ സ്പേസ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ഓപ്പൺ സ്പേസിൻ്റെ മുകളിലായി ട്രസ് വർക്കുകളെല്ലാം ചെയ്ത് ഫാനുകളെല്ലാം പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. സൈഡിലായി ടഫൻ ഗ്ലാസ് കൊടുത്ത് അതിന് മുകളിൽ സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊടുത്ത് വളരെ ഭംഗിയുള്ള ഒരു ഹാൻഡ് റെയിലും കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്നാൽ ഈ പരിസര പ്രദേശങ്ങളെല്ലാം വളരെ പാടപ്രദേശങ്ങളായതിനാൽ പച്ചപ്പ് നമുക്ക് വളരെ കണ്ണിന് കുളിർമ തരുന്നതും അതുപോലെ തന്നെ ശുദ്ധവായു കിട്ടുന്നതും പ്രകൃതി ആസ്വദിക്കാൻ കഴിയുന്നതുമായ അത്രയ്ക്കും നല്ല ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത്രയ്ക്കും നല്ലൊരു വൈബ് മറ്റൊരു വീടിൽ കിട്ടുവാൻ യാതൊരു ചാൻസും ഉണ്ടാകില്ല. ഇത്രയും പ്രകൃതിക്ക് ഇണങ്ങി നിൽക്കുന്ന ഈ സുന്ദര മനോഹരമായ ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഓപ്പൺ ടെറസിലേക്ക് പോകാം. ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ സ്റ്റീലിൻ്റെ പണിതുയർത്തിയിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു സ്റ്റെയർ കേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഏരിയയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയായി വലിയ സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ടാങ്ക് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ജലസ്രോതസ്സായി എല്ലാ പൈപ്പുകളിലേക്കും വെള്ളം വരുന്നത്. സോളാർ വാട്ടർ ഹീറ്റർ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് നമുക്ക് വീക്ഷിക്കാവുന്ന പ്രദേശങ്ങളാണ് ഈ കാണുന്നത്. എത്ര പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ലിവിങ് ഏരിയയും ഒരു ഡൈനിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു കിച്ചണും സെക്കൻഡ് കിച്ചണും വർക്ക് ഏരിയയുമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിൽ ഒരു അപ്പർ ലിവിങ് ഏരിയയും 2 അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ഫ്രണ്ട് ബാൽക്കണിയും ഒരു ബാക്ക് ഓപ്പൺ ഏരിയയുമാണ് കിട്ടുന്നത്. ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ് ഈ വീടിന് വേണ്ടി ഓരോ നിർമ്മാണ ഘട്ടത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ വാഷ്റൂമുകളിലും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വാഷ്റൂം ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 30 സെൻറ്റ് സ്ഥലത്ത് 3750 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ ലക്ഷറി വീട് ഒരു വിൽപ്പനയ്ക്കായി പണിത ഒരു വീടല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം പണിതിട്ടുള്ള ഒരു വീടാണ്. ഇതിൻ്റെ ഉടമ വിദേശത്തായതിനാൽ, അവിടെ സെറ്റിലായതിനാൽ മാത്രമാണ് ഈ വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വീട് പണിതിട്ട് കേവലം 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. 30 സെൻറ്റ് സ്ഥലത്ത് 3750 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ലക്ഷറി വീടാണിത്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 2.25 കോടി രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വീട് നിങ്ങൾക്ക് ധൈര്യമായി സ്വന്തമാക്കാവുന്നതാണ്.
വളരെ ശാന്തമായ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഈ വീട് NH-ൽ നിന്ന് വെറും 2 കിലോമീറ്ററും കൊരട്ടി ചർച്ചിൽ നിന്ന് 1 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വെറും 200 മീറ്ററുമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊരട്ടി പള്ളി ഇടവകയ്ക്ക് കീഴിലാണ്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. ആഡംബരമായ താമസ സൗകര്യവും സമാനതകളില്ലാത്ത സുഖവും ഈ വീട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഇതിൻ്റെ ഓരോ വർക്കുകളും പുരോഗമിപ്പിച്ചിട്ടുള്ളത്. 30 സെൻറ്റ് സ്ഥലത്ത് 3750 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി സെൻട്രലൈസ്ഡ് AC വരെ പിടിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 2.25 കോടി രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ശുദ്ധവായു, ശുദ്ധമായ ജലം, പ്രകൃതി രമണീയമായ ഒരു ഏരിയ, അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വളരെ അനുയോജ്യമായ ഒരു വീടാണ് ഇത്. സിറ്റിയുടെ എല്ലാ സൗകര്യങ്ങളും ലഭിക്കുന്ന, എന്നാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ, ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.